കലയായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണയുണ്ട്. അത് ഏതൊരു കലാരൂപവും. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇപ്പം നാടകമാണെങ്കിലും മിമിക്സ് ആണെങ്കിലും കഥാപ്രസംഗമാണെങ്കിലും ഓട്ടംതുള്ളലാണെങ്കിലും കഥകളിയാണെങ്കിലും ഏത് കലാരൂപങ്ങളാണെങ്കിലും പ്രേക്ഷകർ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ അംഗീകാരം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള എന്ത് അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് നമുക്കറിയാം. സംസ്ഥാന അവാർഡ് കിട്ടിയ പല ആൾക്കാരുണ്ട്, പലരും ചിത്രങ്ങളിൽ പോലും ഇല്ല, ചിലരൊക്കെ സജീവമായിട്ടും പോകുന്നുണ്ട്. ചിത്രങ്ങളിൽ എന്തുകൊണ്ടാണെന്ന് നമുക്ക് സജീവമായിട്ട് നിൽക്കാനുള്ള ആ വേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കലാകാരന്റെ ധർമ്മമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സംഗീത നാടക അക്കാദമി ഇപ്പോൾ ഇങ്ങനൊരു ബോധോദയം ഉണ്ടായത് എന്താ അവർക്ക് ചിന്തിക്കാൻ ആ സമയത്ത് തോന്നിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് ഇപ്പോഴെങ്ങനല്ല. ഞാൻ മിമിക്രി എന്ന് പറയുന്നത് മോശം കലയാണ്, ജനങ്ങളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് മോശം കലയാണ്. ഞാൻ മുമ്പ് കഥാപ്രസംഗത്തെ പറഞ്ഞ പോലെ ഒരു നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ഈ നമുക്കറിയാം കേരളത്തിൽ ഒത്തിരി അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ, നല്ല പ്രഗത്ഭരായ എത്രയോ കല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ അടുത്ത കാലത്ത് മഹേഷ് കുഞ്ഞുമോൻ അത്ര മനോഹരമായിട്ടൊരു താരത്തെയൊക്കെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. കണ്ണടച്ചെന്ന് കേട്ട് ഞാൻ താരം തന്നെ. അതൊരു അപാരമായ കഴിവല്ലേ അല്ലേ? കോട്ടയം നസീർ, മനോജ് ഗിന്നസ് ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ഇവരൊക്കെ. അങ്ങനെ എല്ലാവരുടെയും പേര് ഞാൻ പറയല്ല. അപ്പം അത്രയും ജനകീയമായ ഒരു കലയെ അംഗീകരിക്കാൻ ഇത്രയും കാലം താമസിച്ചത് സംഗീത നാടക അക്കാദമി ചെയ്ത തെറ്റാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും അംഗീകരിച്ചുള്ള സന്തോഷമുണ്ട്. അത് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച പുതിയ ഭരണസമിതിയോ ആരാന്ന് എനിക്കറിയില്ല, അവർ വന്നപ്പോൾ അവർക്കുണ്ടായ ചിന്തയിൽ നിന്നും ഉണ്ടായതായിരിക്കാം ഇങ്ങനെ ഒരു ബോധോദയം.